പ്രിയദർശിനി ബസ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഉദ്ഘാടന യാത്രയിൽ കൈയും തലയും സൂക്ഷിക്കുക. പായസ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. അങ്ങനെ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പായി. തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ ബസ്സുകളിൽ കയറി സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനമാണ്. ഓർഡിനറി ബസ്സുകളിലെങ്കിലും സൗജന്യമായി യാത്ര ചെയ്യാമല്ലോ. നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾ ആവേശപൂർവ്വം പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ് പദ്ധതി. ഉദ്ഘാടന യാത്രയിൽ പ്രിയദർശിനിമാരോടൊപ്പം യാത്ര ചെയ്യാൻ മുഖ്യനും ഗതാഗത മന്ത്രിയും കൂടി. പാട്ടും ഉത്സവവുമായി തുടങ്ങിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനാകട്ടെ. നിരത്തിൽ ആവശ്യത്തിന് പ്രിയദർശിനി ബസ്സുകൾ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന മാത്രം. സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. അദ്ദേഹം ഇന്ന് കേരളത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇനീഷ്യലിലെ ആദ്യത്തെ അക്ഷരം തന്നെ മലയാളത്തിലുള്ള വിസ്മയമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് മറ്റൊരു വിസ്മയം ഇപ്പൊ ഇവിടെ പൊട്ടി വിടരാൻ പോകുന്നു. ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരത്ര വലിയ ഹോയ് വിട്ടത്? അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്. ഉദ്ഘാടനം കഴിഞ്ഞാൽ കലാപരിപാടികളാണല്ലോ. സൗജന്യ യാത്ര എന്ന അവകാശം അനുഭവിക്കാൻ ബസ്സിൽ കയറിയവരിൽ നിമിഷ കവികളായ പ്രിയദർശിനിമാർ വരെ ഉണ്ടായിരുന്നു. പദ്ധതിയെയും സർക്കാരിനെയും പുകഴ്ത്തി രചിച്ച ഒരു നിമിഷ കവിത കേൾക്കാം. ഒരു 4 പേര് പാടി. ഏത് പാട്ട പാടാ? കോൺഗ്രസ് നൽകിയ ഇന്ദിര ഗ്യാരണ്ടി സ്ത്രീകൾക്ക് അത്താണിയായല്ലോ. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. പ്രിയദർശിനി
ബസ്സുകൾ കണ്ടപ്പോൾ ഓടിക്കേറാ ഞാൻ ചാടിക്കയറി. അത് പറ്റില്ല. പാടാൻ അനുവദിക്കണം. അതെ, പാടാൻ അനുവദിക്കണം. കോൺഗ്രസ് നൽകിയ ഇന്ദിര ഗ്യാരണ്ടി സ്ത്രീകൾക്ക് അത്താണിയായല്ലോ. പ്രിയദർശിനി ബസ്സുകൾ കണ്ടപ്പോ ഓടിക്കേറാൻ കൊതിയായി ഞാൻ ചാടിക്കേറി. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴേ ആലോചിച്ചു, നല്ലൊരു ഒരു സാധനം വരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം. അതൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോ തനിയെ ഇങ്ങനെ വന്നു, ഹാപ്പി മൂഡായപ്പോ അങ്ങനെ വന്നതാ. ഇനി പാട്ട് കേൾക്കണം തോന്നുന്നു പറഞ്ഞാൽ മതിട്ടോ, ഞാൻ വരാം. കേട്ടോടത്തോളം മതിയായി മോളെ. അടുത്തതായി പായസ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സൗജന്യ യാത്രാ ദിവസം യാത്രക്കാർക്കെല്ലാം ബസ്സുകളിൽ പായസം നൽകി കോൺഗ്രസ്, വനിതാ കോൺഗ്രസ് പ്രവർത്തകർ. നമ്മുടെ ബിന്ദുകൃഷ്ണ മന്ത്രിക്ക് മാത്രം പായസ അഭിഷേകമായിരുന്നു സംഘാടകർ ഒരുക്കിയിരുന്നത്. അതും നല്ല ചൂട് പായസം. കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ദിവസത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. മഴ നേരത്തെ എത്തും. പാലക്കാട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം കാർ വരുമ്പോൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ പാടില്ല, മാറിയിരുന്നേക്കാം. പദ്ധതിയെല്ലാം കൊള്ളാം, പക്ഷെ പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന നിലയിലായ KSRTCയുടെ അവസ്ഥയെക്കുറിച്ചാണ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള പലരുടെയും ആശങ്ക. സർക്കാർ കൊടുക്കേണ്ട നഷ്ടപരിഹാരം KSRTC ചോദിച്ചു വാങ്ങിച്ചേക്കണം. മുഖ്യമന്ത്രിയുടെ ഈ സോപ്പിൽ വീഴരുത്. സർക്കാർ 800 കോടിയോളം രൂപയാണ് മുടക്കുന്നത്. 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. 1450 രൂപ 50 പൈസ. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെ കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ടെന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ആ മാറ്റിവെക്കാൻ കഴിയുന്ന രൂപ എന്ത് ചെയ്യണമെന്ന് പോലും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, ബ്രിഡ്ജ്, TV. അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. തൽക്കാലം ഇത്രയൊക്കെ മതി. ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. അപ്പൊ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുന്നൊന്നും അറിയില്ല. മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSFEയിൽ ചിട്ടി കൂടിയാൽ മതിയെന്നും. ഇപ്പൊ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോൾ KSFE എൻ്റെ വകുപ്പിന്റെ ഭാഗമാണ്. സ്ത്രീകൾക്ക് മാത്രം നൽകുന്ന ഈ സൗജന്യത്തിൽ പ്രതിഷേധിച്ച് പ്രിയദർശിനി ബസ് കൈകാണിച്ചു നിർത്തി കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാനായിരുന്നു മെൻസ് അസോസിയേഷന്റെ തീരുമാനം. മുഖ്യന്റെ 2 നല്ല വർത്തമാനത്തിൽ മയങ്ങി തീരുമാനം മാറ്റി. കൈകാണിച്ചു കയറും, എന്നിട്ട് പ്രതിഷേധിച്ച് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യും. മൂന്നാമതൊരു കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നമ്മളെ ഇന്ന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ബസ് തടയലും ടിക്കറ്റ് എടുക്കാതെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ബസ് ഉദ്ഘാടന സമയത്ത്
മുഖ്യമന്ത്രി നമ്മുടെ എന്താ പറയുക അദ്ദേഹത്തോട് വലിയൊരു ആദരവ് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. കാരണം നമ്മുടെ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം തുടങ്ങിയത്, നമ്മുടെ മെൻസ് അസോസിയേഷന്റെ ഈ പ്രതിഷേധം സ്വാഗതാർഹമാണ്. അത് അദ്ദേഹം പോസിറ്റീവായിട്ട് കാണുന്നു എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് കണ്ടു. അപ്പൊ അവര് വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അദ്ദേഹം ഇന്നലെയായിരുന്നു ഈ പ്രസ്താവന ഇറക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം തന്നെ ഉപേക്ഷിക്കുമായിരുന്നു. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൈ കാണിച്ച് ബസ് നിർത്തി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യും എന്നുള്ളത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുവാനുള്ള ഒരു നടപടിയിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ഇനി യാത്രാ സൗജന്യത്തിൽ നിന്ന് പുരുഷന്മാരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തും. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പുരുഷ വിരോധി ഒന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വെറുതെയല്ലേ നാട്ടിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാകട്ടെ. സർക്കാർ ഖജനാവിനെ താങ്ങി നിർത്തുന്ന ഈ പുരുഷ പ്രജകളെ വന്ദിച്ചില്ലെങ്കിലും ഇങ്ങനെ നിന്ദിക്കരുത്. അതിനാൽ പ്രതിപക്ഷത്ത് നിന്ന് വല്ല ആശ്വാസവാക്കും കിട്ടുമോ എന്ന് നോക്കാം. അവിടെയും സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായി പാലിച്ചില്ലെന്ന പരാതിയാണ്. നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോൾ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്. അത് KSRTC ബസ്സിലെന്നാണ് പറഞ്ഞത്. KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. ഇപ്പോ ഫലത്തിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ അവിടെയുള്ള സ്ത്രീകൾക്ക് വേറെ വാഹനം പിടിച്ചു പോയി മറ്റു പ്രദേശങ്ങളിൽ പോയി കയറേണ്ടതായിട്ട് വരും സൗജന്യ യാത്ര വേണമെങ്കിൽ. കാരണം അവിടെ ഈ പറയുന്ന ബസ്സില്ല. ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഒരുപാട് കേരളത്തിലെ പ്രദേശങ്ങൾ ഇന്നിപ്പോ പറഞ്ഞ കാറ്റഗറി ബസ് ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പൊ അതെല്ലാവരും നേരത്തെ നൽകിയ വാഗ്ദാനം വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ.